ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. ശ്രീമദ് ഭാഗവതത്തിലെ അജാമിളൻ്റെ കഥ ഒന്ന് കേട്ടുനോക്കാം. അജാമിളൻ എന്നു പേരുള്ള ഒരു യുവ ബ്രാഹ്മണനുണ്ടായിരുന്നു. നല്ല സ്വഭാവത്തിൻ്റെയും പെരുമാറ്റത്തിൻ്റെയും ഒരു കലവറയായിരുന്നു അദ്ദേഹം. സൗമ്യനും എപ്പോഴും സത്യസന്ധനും വേദഗ്രന്ഥങ്ങളിൽ പ്രാവീണ്യമുള്ളവനും വളരെ ശുദ്ധനുമായിരുന്നു അദ്ദേഹം. ഒരു ദിവസം തൻ്റെ പിതാവിൻ്റെ ആവശ്യപ്രകാരം അജാമിളൻ കാട്ടിലേക്ക് പഴങ്ങളും പൂക്കളും പുല്ലുകളും ശേഖരിക്കാൻ പോയി. വീട്ടിലേക്കുള്ള വഴിയിൽ വളരെ കാമഭ്രാന്തനായ ഒരു താഴ്ന്ന ജാതിക്കാരൻ ഒരു ചീത്ത സ്ത്രീയെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നത് അദ്ദേഹം കാണാനിടയായി. ഇരുവരും മദ്യപിച്ചിരുന്നു. ആ മനുഷ്യൻ ലജ്ജയില്ലാതെ ആനന്ദിച്ചുകൊണ്ടിരുന്നു. അജാമിള അവളെ കണ്ടപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ കാമമോഹങ്ങൾ ഉണർന്നു. മായയിൽ അവൻ അവളുടെ നിയന്ത്രണത്തിലായി. വേദങ്ങളിലെ നിർദ്ദേശങ്ങൾ ഓർമ്മിച്ച അജാമിളൻ ആ സ്ത്രീയെ നോക്കാതിരിക്കാൻ ശ്രമിച്ചു. തൻ്റെ അറിവിൻ്റെയും ബുദ്ധിയുടെയും സഹായത്തോടെ തൻ്റെ കാമമോഹങ്ങളെ നിയന്ത്രിക്കാൻ അയാൾ പാടുപെട്ടു. പക്ഷേ അയാൾ പരാജയപ്പെട്ടു. അതിൻ്റെ ഫലമായി തൻ്റെ എല്ലാ നല്ല ബുദ്ധിയും നഷ്ടപ്പെട്ട് തുടർന്നുള്ള ദിവസങ്ങൾ അയാൾ എപ്പോഴും അവളെക്കുറിച്ച് മാത്രം ചിന്തിച്ചു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവളെ തൻ്റെ വീട്ടിലൊരു വേലക്കാരിയായി സ്വീകരിച്ച് എല്ലാ ബ്രാഹ്മണ തത്വങ്ങളും ഉപേക്ഷിച്ചു. തൻ്റെ പിതാവിൽ നിന്ന് പാരമ്പര്യമായി ലഭിച്ച പണം വിവിധ സമ്മാനങ്ങൾക്കായി ചെലവഴിക്കാൻ തുടങ്ങി. വളരെ മാന്യമായ ഒരു കുടുംബത്തിൽ നിന്നുള്ള തൻ്റെ സുന്ദരിയായ യുവ ഭാര്യയെപ്പോലും അയാൾ ഉപേക്ഷിച്ചു. അങ്ങനെ വിശുദ്ധ ഗ്രന്ഥങ്ങളിലെ എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് അജാമിളൻ തൻ്റെ ദീർഘായുസ് നിരുത്തരവാദപരമായി ചെലവഴിച്ചു. അയാൾ അശുദ്ധനും നിഷിദ്ധമായ പ്രവൃത്തികൾക്ക് അടിമയുമായിരുന്നു. ആഡംബര ജീവിതം നയിച്ചുകൊണ്ട് വളരെയധികം മറ്റുള്ളവരെ ഉപദ്രവിച്ചും വഞ്ചിച്ചും ചൂതാട്ടം നടത്തിയും മോഷണം നടത്തിയും തൻ്റെ കുടുംബം പുലർത്തി. 88 വർഷത്തെ ജീവിതത്തിനിടയിൽ അജാമിളന് 10 ആൺമക്കൾ ജനിച്ചു. അജാമിളൻ്റെ ഇളയ മകനായ നാരായണൻ എന്ന കുഞ്ഞ് സ്വാഭാവികമായും അച്ഛനും അമ്മയ്ക്കും വളരെ പ്രിയപ്പെട്ടവനായിരുന്നു. കുട്ടിയുടെ മുറിഞ്ഞ ഭാഷയും വിചിത്രമായ ചലനങ്ങളും വൃദ്ധനെ വളരെയധികം ആകർഷിച്ചു. അയാൾ എപ്പോഴും അവനെ പരിപാലിക്കുകയും അവൻ്റെ പ്രവർത്തനങ്ങൾ ആസ്വദിക്കുകയും ചെയ്തു. നാരായണൻ എന്നത് ദൈവത്തിൻ്റെ ഒരു നാമമാണ്. അതിനാൽ ആ വൃദ്ധൻ എപ്പോഴും ഭഗവാന്റെ തിരുനാമം ജപിച്ചുകൊണ്ടിരുന്നു. യഥാർത്ഥ നാരായണനെ അല്ല, മറിച്ച് തൻ്റെ മകനെയാണ് അദ്ദേഹം പരാമർശിച്ചതെങ്കിലും നാരായണൻ്റെ തിരുനാമം വളരെ ശക്തമാണെന്നതിനാൽ അജാമിളൻ ശുദ്ധീകരിക്കപ്പെട്ടു. എപ്പോഴും തൻ്റെ മകനെ പരിചരിക്കുകയും അവൻ്റെ പേര് വിളിക്കുകയും ചെയ്തിരുന്ന അജാമിളന് സ്വന്തം ജീവിതം ഇപ്പോൾ ക്ഷണികമാണെന്ന് അറിയില്ലായിരുന്നു. മൂഢനായ അജാമിളൻ്റെ മരണസമയം അടുത്തെത്തിയപ്പോൾ അദ്ദേഹം തൻ്റെ മകൻ നാരായണനെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ തുടങ്ങി. മരണസമയത്ത് വികൃതമായ ശരീരഘടനയും ഉഗ്രവും വളഞ്ഞതുമായ ശരീരത്തിൽ എഴുന്നു നിൽക്കുന്ന രോമങ്ങൾ കണ്ട വികൃത രൂപത്തെ കണ്ട അജാമിളൻ വളരെയധികം ഭയന്നു. അവർ യമദൂതരായിരുന്നു, മരണത്തിൻ്റെ നാഥനായ യമരാജൻ്റെ സേവകർ. അവർ അജാമിളനെ യജമാനൻ്റെ വാസസ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വന്നവരായിരുന്നു. അവരെ കണ്ടപ്പോൾ അജാമിളൻ അത്യധികം അന്ധാളിച്ചു. കുറച്ചകലെ കളിച്ചുകൊണ്ടിരുന്ന തൻ്റെ കുട്ടിയോടുള്ള അടുപ്പം കാരണം അവൻ ഉറക്കെ കണ്ണീരോടെ തൻ്റെ കുട്ടിയെ നാരായണ എന്ന് നീട്ടി വിളിച്ചു. ഉടനെ ഭഗവാൻ വിഷ്ണുവിൻ്റെ നാരായണ സേവകർ വിഷ്ണുദൂതന്മാർ സ്ഥലത്തെത്തി. മരണാസന്നനായ അജാമിളൻ്റെ വായിൽ നിന്ന് അവർ അവരുടെ യജമാനൻ്റെ വിശുദ്ധനാമം കേട്ടു. കാരണം അദ്ദേഹം പൂർണ്ണ ഉത്കണ്ഠയോടെ ജപം നടത്തിയതിനാൽ അയാൾക്ക് യാതൊരു കുറ്റവും ചെയ്യാതെ ജപിച്ച് വിഷ്ണുദൂതന്മാർ എത്തിയപ്പോൾ മരണാസന്നനായ അജാമിളൻ്റെ ശരീരത്തിൽ നിന്ന് യമദൂതന്മാർ ആത്മാവിനെ തട്ടിയെടുക്കുകയായിരുന്നു. ഭഗവാൻ വിഷ്ണുവിൻ്റെ ദൂതന്മാർ ഉച്ചത്തിലുള്ള ശബ്ദത്തോടെ അവരോട് നിർത്താൻ ആജ്ഞാപിച്ചു. അങ്ങനെ അജാമിളനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു. യമരാജൻ്റെ സേവകർക്ക് എല്ലാ പാപികളുടെ മേലും അധികാരമുണ്ടെങ്കിലും പരമേശ്വരനായ വിഷ്ണുവിൻ്റെ ഭക്തനോട് തെറ്റ് ചെയ്താൽ യമരാജനെ പോലും ശിക്ഷിക്കാൻ വിഷ്ണുദൂതന്മാർക്ക് കഴിയും. ഒരു ജന്മത്തിൽ ചെയ്ത പാപങ്ങൾ മാത്രമല്ല, ദശലക്ഷക്കണക്കിന് ജന്മങ്ങളിൽ ചെയ്ത പാപങ്ങൾക്കും അജാമിളൻ ഇതിനകം പ്രായശ്ചിത്തം ചെയ്തിട്ടുണ്ട്. കാരണം നിസ്സഹായ അവസ്ഥയിൽ അദ്ദേഹം നാരായണൻ്റെ വിശുദ്ധനാമം ജപിച്ചു. അദ്ദേഹം തൻ്റെ മകൻ്റെ പേര് വിളിച്ചെങ്കിലും അദ്ദേഹം 4 അക്ഷരങ്ങൾ നാ ഉച്ചരിച്ചു. ഈ രീതിയിൽ നാരായണനാമം ജപിച്ചുകൊണ്ട് ദശലക്ഷക്കണക്കിന് ജീവിതങ്ങളുടെ പാപകരമായ പ്രതികരണങ്ങളിൽ നിന്ന് അദ്ദേഹം പ്രായശ്ചിത്തം ചെയ്തു. കള്ളൻ, മദ്യപാനി, സുഹൃത്തിനെയോ ബന്ധുവിനെയോ ഒറ്റിക്കൊടുക്കുന്നവൻ, ഇങ്ങനെ ഏതു തരത്തിലുള്ള പാപപരിഹാരത്തിനും നാരായണനാമം ജപിച്ചാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ തൻ്റെ പുത്രനെ ആയ നാരായണനെ അറിയാതെ വിളിച്ചതുകൊണ്ട് അജാമിളൻ പാപമുക്തനായി. വിഷ്ണു പാർഷദന്മാരും യമദൂതന്മാരും തമ്മിൽ ഉള്ള സംഭാഷണം കേട്ട അജാമിളന് പ്രായശ്ചിത്തം തോന്നുകയും അങ്ങനെ പരമഭക്തനായി തീരുകയും ചെയ്യുന്നു. ഗംഗാനദിക്കരയിലുള്ള ഹരിദ്വാറിലെത്തിയ അജാമിളൻ ഭക്തിയോഗത്തിൽ മുഴുകിച്ചേരുകയും തൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ
ഭഗവാനിലേക്ക് തിരിച്ചു വരാൻ തൻ്റെ വാസന അദ്ദേഹത്തിന് ശക്തി നൽകുന്നു. അറിയാതെയാണെങ്കിലും ഭഗവാന്റെ നാമം ഉച്ചരിച്ചാൽ കിട്ടുന്ന ഫലത്തെക്കുറിച്ച് മനസ്സിലായല്ലോ. അപ്പോൾ അറിഞ്ഞുകൊണ്ട് ഭഗവാനെ കീർത്തിക്കുന്നത് എത്ര മഹത്തരമാണെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ശ്രീമദ് ഭാഗവതത്തിലെ അജാമിളൻ്റെ കഥ വിശുദ്ധ നാമത്തിൻ്റെ ശക്തി, ഭക്തരുമായുള്ള സഹവാസത്തിൻ്റെ പ്രാധാന്യം, യഥാർത്ഥ പാപപരിഹാരം, ഭൗതിക ആഗ്രഹങ്ങളുടെ അപകടങ്ങൾ, ദിവ്യകാരുണ്യം, ജപത്തിൻ്റെ ശാശ്വത നേട്ടങ്ങൾ, ശുദ്ധമായ ഹൃദയത്തിൻ്റെ പ്രാധാന്യം, ഭക്തിയുടെ പരിവർത്തന ശക്തി എന്നിവയെക്കുറിച്ച് ആഴത്തിലുള്ള പാഠങ്ങൾ പഠിപ്പിക്കുന്നു. ഒരാൾ എത്ര പരാജിതനായാലും ആത്മാർത്ഥതയോടെ ഭഗവാനിലേക്ക് തിരിയുകയാണെങ്കിൽ ആത്യന്തികമായ മോചനത്തിലേക്കും ശാശ്വത ആനന്ദത്തിലേക്കും എത്തിച്ചേരാമെന്ന് ഈ കഥ അടിവരയിടുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ.